ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈം തോട്ട്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് സർവമായ ലൊക്കേഷനൊക്കെയാണ്. അതെ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് കൊല്ലങ്കോട്. നമ്മളിന്ന് അവിടേക്കാണ് വന്നിട്ടുള്ളത്. സിറ്റിയിലത്തെ തിരക്കുന്നൊക്കെ ഒന്ന് മാറി ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റിയ പ്ലേസാണ് കേട്ടോ കൊല്ലങ്കോട്. ആ കാണുന്നതൊക്കെ നെല്ലിയാമ്പതി മലനിരകളാണ്. നമ്മൾ ഓൾറെഡി നെല്ലിയാമ്പതിയിൽ പോയിട്ടുണ്ട്. അവിടുന്ന് സീതാർകുണ്ടിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഗ്രാമമാണ് കേട്ടോ കൊല്ലങ്കോട്. വീഡിയോ കാണാത്തവർക്ക് ഞാൻ കാർട്ടിൽ ലിങ്ക് ഇടാം. പാലക്കാട് ടൗണിൽ നിന്ന് കൊടുവായൂർ വഴിയാണ് കേട്ടോ ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഇവിടെ എത്തി നമ്മൾ ഒരു 30 റുപ്പീസാണ് ടിക്കറ്റ്സ്. അപ്പോൾ അതൊക്കെ എടുത്തു. നമുക്ക് കാണുന്നത് വിശാലമായിട്ടുള്ളൊരു പാടാണ്. പിന്നെ അതിന് ചുറ്റുമായിട്ട് നിറയെ മലനിരകളും പനകളും നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ. ഏത് ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താലും അടിപൊളിയാണ്. പിന്നെ ലക്കിലി നല്ല വെതറായിരുന്നു, വെയിലുണ്ടായിരുന്നില്ല, നല്ല മഴക്കാറുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചെറിയൊരു മഴയും കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഈ പ്ലേസിനെ പറയുന്നത് താമരപ്പാടം എന്നാണ് കേട്ടോ. ഈ പാടത്തിൻ്റെ പരമ്പത്തായിട്ട് നിറയെ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ മുള കൊണ്ടുള്ള ബെഞ്ചസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ടുള്ള വ്യൂ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ഇവിടെ ഒരു ആനയുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നടന്ന് ക്ഷീണിക്കുമ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് മുളയും കവുങ്ങും പനയോലൊക്കെ വെച്ചിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പഴയ കാലഘട്ടത്തിലേക്ക് പോയ പോലെയാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത്. നമ്മൾ പണ്ട് ചിത്രം വരയ്ക്കാറില്ലേ, പാടത്തിന് നടുക്കൊരു വീടും പുറകിലും മലകളും സൂര്യനും, ആ ഒരു ചിത്രം എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഈ പാടത്തിന് നടുക്ക് ഒരു ഏറുമാടുണ്ട്. അപ്പം അതിന് മുകളിലേക്ക് കയറി അവിടെ നിന്ന് നോക്കിയാൽ 360 ആംഗിളിൽ വ്യൂ കാണാം കേട്ടോ. നല്ല രസമാണ് ഈ വ്യൂ. താമരപ്പാടം കണ്ട് പിന്നീട് പോയത് ഒരു പാറക്കുന്നിലേക്കാണ്. ഇവിടെ നല്ലൊരു ഓഫ് റോഡ് കിട്ടി കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് ഈ പാറക്കുന്ന്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മലയൊക്കെ അടുത്ത് തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വളരെ ശാന്തമായിരുന്നു അവിടെ. കൊല്ലങ്കോട് നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള ദൂരം. നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ട് തന്നെ മാപ്പ് ഡൗൺലോഡ് ചെയ്യായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ താമരപ്പാടത്തിൻ്റെ സൈഡിലായിട്ട് നിറയെ മാന്തോപ്പുകളുണ്ട്. അപ്പോൾ അതും കൂടെ ഇവിടെ വരുന്നവർ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ കുന്ന് കയറി താഴെ ഇറങ്ങുമ്പോൾ നമുക്കൊരു ദേവീ ക്ഷേത്രം കാണാനായിട്ട് പറ്റും. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എത്തിയത് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. വർഷങ്ങളായിട്ട് ചായ കച്ചവടം നടത്തുന്ന ഒരു കപ്പിൾസാണ് കേട്ടോ ഇവരെ. കൊല്ലങ്കോട് വന്നാൽ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിൽ നിന്നും ഒരു ചായ കുടിക്കാതെ എങ്ങനെയാണല്ലേ ആ യാത്ര കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഞങ്ങളൊരു ചായ പറഞ്ഞു. പഴയ കാലഘട്ടത്തിൻ്റെ തനിമ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ചായക്കടയ്ക്കുള്ളത്. ഇവിടെ ഒരുപാട് വർഷത്തെ കലണ്ടറുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതാണ് ചെല്ലൻ ചേട്ടനും ഭാര്യയും. ഒരു ചായ കുടിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം. ബൈ നൗ.